ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നി ഇൽമൻ നാഫിയ. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങളിൽ നിന്ന് ഒരല്പമാണ് ഞാൻ സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാണ്, ആത്മീയ ശാന്തിയാണ്, വിജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്, ജീവിത വഴികാട്ടിയുമാണ്. അൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആൻ ജീവനുള്ളതാണ്. ഖുർആൻ മുഴുവൻ നമുക്ക് ജീവിച്ചു തീർക്കാനുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഐഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഖുർആനാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരുടെയും ജീവിതത്തിൽ നിന്നുള്ള പല ഉദാഹരണങ്ങളും പല സാഹചര്യങ്ങളിലായി നാം കേൾക്കാറുണ്ട്. അല്ലേ? നമ്മളെക്കുറിച്ച് ഓർത്താൽ എത്രയോ അവരുടെയൊക്കെ പിറകിലാണ് നമ്മൾ നമുക്ക് അവരുടെയൊക്കെ അടുത്തെത്താൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിലും ആഖിറത്തിലും നമുക്ക് വേണ്ടതെല്ലാം തരുന്നതാണ് ഖുർആൻ എന്ന് ചുരുക്കം ചിലരെ മനസ്സിലാക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഖുർആനെ കുറിച്ച് ഈ ദുആ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. അതായത്, അല്ലാഹുവേ, ഖുർആനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ, എൻ്റെ നെഞ്ചിൻ്റെ പ്രകാശമാക്കണമേ, എൻ്റെ ദുഃഖം നീക്കുന്നതാക്കണമേ, എൻ്റെ ആശങ്കകൾ അകറ്റുന്നതാക്കണമേ. ആമീൻ. വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ അത്ഭുത ഗ്രന്ഥമാണ്. ഓരോ വിശ്വാസിയുടെയും വീട്ടിൽ ഖുർആൻ ഉണ്ടാകും, അല്ലേ? പക്ഷേ ഖുർആൻ വെച്ച സ്ഥലം പ്രകാശിക്കും. ഇത് നമുക്കെല്ലാവർക്കും അറിയുമോ? നമ്മളെല്ലാവരും ഖുർആനെ വളരെ അധികം ബഹുമാനിക്കാറുണ്ട്. ബഹുമാനിച്ച് സൂക്ഷിച്ച് വെറുതെ വെക്കേണ്ട ഗ്രന്ഥമല്ലത്. അത് ജീവിതത്തിൽ ഉടനീളം ഉപയോഗിക്കേണ്ട, നമ്മുടെ മനസ്സിലും ജീവിതത്തിലും നമ്മുടെ മനസ്സിലും ബ്രെയിനിലും, അതായത് ജീവിതത്തിൽ നിറക്കേണ്ട ഗ്രന്ഥമാണത്. അൽഹംദുലില്ലാ. എത്ര പേർ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന്. വഫിൽ അർളി ആയാത്തുൻ ലിൽ മൂഖിനീൻ. ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട്. നാം ഓരോരുത്തരും മക്കളെ ചെറുപ്പം മുതൽക്കേ ഖുർആൻ അനുസരിച്ച് പഠിക്കാനും ജീവിക്കാനും പഠിപ്പിക്കണം. മുതിർന്നവർ, അതായത് അറിവില്ലെങ്കിൽ അറിവ് നേടാൻ ശ്രമിക്കണം. ഇന്ന് ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അറിവ് സമ്പാദിക്കാൻ, അല്ലേ? പക്ഷേ ആർക്കും സമയമില്ല. നാം ഓരോരുത്തരും അറിവ് നേടാനും അതനുസരിച്ച് ജീവിക്കാനും സമയം കണ്ടെത്തുക തന്നെ വേണം. ഭൗതിക ജീവിതത്തിനോട് കൂടുതൽ താല്പര്യം കൊടുക്കാതെ നമ്മോട് അള്ളാഹു കൽപ്പിച്ച പ്രകാരം ഖുർആൻ പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കി ജീവിച്ചാലേ യഥാർത്ഥ മുസ്ലിമാകൂ. സുബ്ഹാനല്ലാഹ്. അല്ലാതെ ഉപ്പയുടെയും ഉമ്മയുടെയും മകനോ മകളോ ആയതുകൊണ്ട് മുസ്ലിമാകില്ല. ധാർമ്മികമായി ഏറെ താഴ്ന്ന അവസ്ഥയിൽ ഒഴിയുന്ന
ഏറെ താഴ്ന്ന അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യനെ പടിപടിയായി ഉയർത്തി വളർത്തി നാഥനുമായി അടുപ്പിക്കാൻ കഴിയുന്ന നൈതിക വ്യവസ്ഥകൾ ഖുർആൻ വരച്ചു കാട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്നും മാറ്റിവെക്കാതെ, ഉപാധികളേതുമില്ലാതെ അനാസക്തമായ ആത്മസമർപ്പണം, അങ്ങനെയാണ് ഖുർആനിക ദർശനം ഇസ്ലാം ആകുന്നത്. ജീവിത പൂർണ്ണത അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. എനിക്ക് എൻ്റേതായതൊന്നുമില്ലെന്നും ഉണ്ടെന്ന് തോന്നുന്നതെല്ലാം സകലാധിനാഥനായ അള്ളാഹുവിൻ്റേതാണെന്നുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് ഇസ്ലാം സായുജ്യം കൊള്ളുന്നത്. നിശ്ചയമായും തൻ്റെ ജീവിതം അള്ളാഹുവിനായി സമർപ്പിക്കുകയും പൂർണ്ണമായി അവൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുകയും സൽക്കർമ്മങ്ങളിൽ സാക്ഷാത്കരിക്കുന്നവന് തൻ്റെ രക്ഷിതാവിൻ്റെ പക്കൽ പ്രതിഫലമുണ്ട്. ഇവർക്ക് യാതൊരു ഭീതിയുമില്ല, അവർ ഖേദിക്കേണ്ടി വരികയുമില്ല. സുബ്ഹാനല്ലാഹ്. അക്രമം പ്രവർത്തിക്കുകയും ഐഹിക ജീവിതം അത്യഭികാമ്യമെന്ന് കരുതി കഴിയുന്നതാരോ അവൻ്റെ സങ്കേതമാണ് നരകം. സുബ്ഹാനല്ലാഹ്. രക്ഷിതാവിൻ്റെ പദവിയെ ഭയപ്പെടുകയും ആത്മാവിനെ ദേഹേച്ഛകളിൽ നിന്ന് തടയുകയും ചെയ്തവൻ്റെ വിശ്രമസ്ഥാനമാണ് സ്വർഗം. അൽഹംദുലില്ലാഹ്. വല്ലവനും നേർമാർഗം പ്രാപിച്ചാൽ അതിൻ്റെ ഫലം അവന് തന്നെയാകുന്നു. വല്ലവനും ദുർമാർഗം പ്രാപിച്ചാൽ അതിൻ്റെ ദോഷവും അവനു തന്നെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അവരിൽ ഒരാളോ രണ്ടാളും കൂടിയോ വൃദ്ധരായി നിന്റെ അടുക്കൽ കഴിയുമ്പോൾ നീ അവരോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. അവരോട് നല്ലത് പറയുക. എളിമയുടെ കരുണാദ്രമായ ചിറക് നീ അവർക്കായി താഴ്ത്തിക്കൊടുക്കുക. എൻ്റെ നാഥ, ചെറുപ്പകാലം അവരെന്നെ പോറ്റിയതുപോലെ നീ അവർക്ക് കരുണ ചെയ്യണമേ എന്ന് നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചുരുക്കം ചിലത് ഞാനിവിടെ പറയാം. ആകാശവും ഭൂമിയും ഒട്ടിപ്പിടിച്ചതായിരുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല വേർപെടുത്തിയെന്നും സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുകയാണെന്നും പർവ്വതങ്ങളെ അണികളാക്കി ഭൂമിയിൽ ഉറപ്പിച്ചു എന്നും പ്രപഞ്ചം നിശ്ചലമല്ലെന്നും അത് വികസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നും ആകാശത്തിൽ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുന്തോറും ശ്വസിക്കാൻ പ്രയാസമുണ്ടാകുമെന്നും ആകാശത്തെ നമുക്ക് അള്ളാഹു ഒരു മേൽപ്പുരയാക്കിയിരിക്കുന്നു എന്നും നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ലോഹമാണല്ലോ ഇരുമ്പ്. എന്നാൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങൾ ചേർന്ന് ഉണ്ടായതല്ല ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നാം അത്ഭുതപ്പെട്ടേക്കാം. കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടായ ഊർജത്തിലുണ്ടായ രൂപം പ്രാപിച്ച ഇരുമ്പ് ഉൽക്കകളിലൂടെയാണ് ഭൂമിയിലേക്ക് എത്തിയതെന്ന് സൂറത്ത് ഹദീദിലെ 25-ാം ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. നാം ഇരുമ്പിനെ ഇറക്കി നൽകുകയും അതിൽ കഠിനമായ കരുത്തുണ്ട്, മനുഷ്യർക്ക് ഉപകാരങ്ങളുമുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. സുബ്ഹാനല്ലാഹ്. ഓരോ മനുഷ്യരുടെയും വിരലടയാളം വ്യത്യസ്തമാണ്. തേനീച്ചയെക്കുറിച്ച് ഖുർആനിൽ പറയുന്നു, വീടുണ്ടാക്കുന്നതും തേൻ ശേഖരിക്കുന്നതും പെൺതേനീച്ചയാണെന്ന്. അങ്ങനെ പലതും എല്ലാം അടങ്ങുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് പരീക്ഷണവും നിരീക്ഷണവുമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ചിന്തയും അന്വേഷണവുമാണ്. രണ്ടും ചേർന്നാൽ മനുഷ്യന് കൂടുതൽ വലിയ അറിവ് നേടാൻ കഴിയും. സുബ്ഹാനല്ലാഹ്.
മതം വ്യത്യാസമായിരിക്കാം, പക്ഷേ പ്രകൃതിയുടെ നിയമങ്ങൾ ഒന്നാണ്. പ്രപഞ്ചത്തെ നോക്കി നാം ഓരോരുത്തരും ആ അത്ഭുതങ്ങൾ മനസ്സിലാക്കി നമ്മെ തന്നെ സൃഷ്ടിച്ച ആ റബ്ബിൻ്റെ വൈഭവത്തെക്കുറിച്ച് നാം ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. സൂറ തീനിൽ പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിശ്ചയമായും മനുഷ്യനെ നാം ഏറ്റവും മനോഹരമായ ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പ്രപഞ്ചത്തെ നോക്കി നാം ഓരോരുത്തരും ആ അത്ഭുതങ്ങൾ മനസ്സിലാക്കി നമ്മെ തന്നെ സൃഷ്ടിച്ച ആ റബ്ബിൻ്റെ വൈഭവത്തെക്കുറിച്ച് നാം ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആലയുടെ വചനങ്ങൾ എഴുതാൻ 7 സമുദ്ര ജലം മഷിയായി ഉപയോഗിച്ചാലും ഭൂമിയിലുള്ള വൃക്ഷങ്ങൾ മുഴുവൻ പേനയായി ഉപയോഗിച്ചാലും തീരാത്തതാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വചനങ്ങൾ. എഴുതി തീരുകയില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവും പ്രതാപിയും യുക്തിമാനുമായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ ലോകരക്ഷിതാവുമായ അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്. ദുനിയാവിലെ വിജയവും ആഖിറത്തിലെ വിജയവും എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരവും ഖുർആനാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങൾ ആത്മാർത്ഥമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ചാൽ നമ്മുടെ എന്ത് പ്രയാസങ്ങൾക്കും പരിഹാരവും. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ ഖുർആൻ ഇറങ്ങിയത്? ഇന്നേ വരെ നമ്മൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതറിയുന്നവൻ അല്ലാഹു മാത്രം. സുബ്ഹാനല്ലാഹ്. നമുക്ക് വിശുദ്ധ ഖുർആനുണ്ട്, പ്രവാചക ജീവിതമുണ്ട്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശേഷ ബുദ്ധിയും നമുക്കുണ്ട്. ഇവ ഉപയോഗപ്പെടുത്തുന്നവർക്ക് രക്ഷാമാർഗവുമുണ്ട്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആൻ ആഴത്തിലിറങ്ങി മുത്തും പവിഴവും പെറുക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യമാസമായ റംളാൻ അടുത്ത് വരികയാണല്ലോ. ഇന്നു മുതൽ തന്നെ റംളാനിലേക്ക് വേണ്ട തയ്യാറെടുപ്പ് തുടങ്ങുകയും ഈ റംളാനിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അത് തുടരുകയും വേണം. നമ്മളും പടിപടിയായി വിശുദ്ധ ഖുർആന്റെ ഉയർച്ചയിലേക്ക് ഉയർന്നു പോകേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനുമായി ഒരുപാട് അടുത്താലേ അതിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതാൻ പഠിക്കണം, വാക്കുകളുടെ അർത്ഥം പഠിക്കണം, തഫ്സീർ പഠിക്കണം, അതായത് അതിൻ്റെ വിശദീകരണം പഠിക്കണം. ഖുർആൻ ഹിഫ്ളാക്കണം. എങ്കിലേ വിശുദ്ധ ഖുർആനെ നമുക്ക് മനസ്സിലാവൂ. ഖുർആനുമായി അടുക്കാൻ കഴിയൂ. അതിൻ്റെ അത്ഭുതങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയൂ. അതായത് ഖുർആന്റെ മാധുര്യം അറിയൂ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.